സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വാത്സല്യ ദൈവമക്കളെ, നായ്ക്കളെ സൂക്ഷിക്കുക, ആഘാത വേലക്കാരെ സൂക്ഷിക്കുക, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുക. വിച്ഛേദനക്കാർ മീൻസ് പരിച്ഛേദനക്കാർ. പരിച്ഛേദനുള്ള ഉപദേശം പറയുന്നത് ന്യായപ്രമാണം മാത്രമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ ന്യായപ്രമാണം പറയുന്നവർക്ക് വേറൊരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മരണ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അമ്മാമെന്ന് പറയണേ, മരണ വീട്ടിൽ കഴിയുമ്പോൾ ന്യായപ്രമാണം ചുരുട്ടി കൂട്ടിയിട്ട് ഉടനെ അവരെന്ത് ചെയ്യും? കാഹളം ധ്വനിക്കും. അതാരെക്കുറിച്ച് പറയും? പുതിയ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു വരും. ഈ മരിച്ചു കിടക്കുന്ന നമ്മുടെ അച്ചായ, ഈ അമ്മാമ്മ, ഈ കുഞ്ഞ്, ഈ പ്രിയപ്പെട്ടവര് ഉയർത്തെഴുന്നേറ്റ് വരും. അപ്പോ നമുക്ക് അവിടെ ചെന്നാ ഇവരെയും കാണാം. അവിടെ ചെന്നാലല്ലേ? നിങ്ങൾ എന്നോടൊന്ന് സഹകരിക്കണേ. ഇച്ചിരി കട്ടിയാണെങ്കിൽ നിങ്ങൾ എന്നോട് പൊറുക്കണേ. ഇത് പറഞ്ഞ് മരിക്കാനാണ് നിയോഗം. സ്തോത്രം. കാരണം ഇതൊന്നും പറയാൻ ആളില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവ് വരാറായി, സഭയെടുക്കാൻ നേരമായി. നമ്മുടെ ചെപ്പടി വിദ്യകളൊക്കെ നിർത്തി, വല്ലതും ഉണ്ടെങ്കിൽ നിർത്തി. നിങ്ങളുണ്ടെന്നല്ല പറയുന്നത്. നിർമ്മലമായ ദൈവവചനം പ്രസംഗിച്ച്, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അവരെ വചനം നിങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളി. കേട്ടോ, വചനം പ്രസംഗിച്ച് നടത്തുക, വിശുദ്ധിയുടെ ഉപദേശം പ്രസംഗിച്ച് നടത്തുക, പ്രത്യാശയുടെ വചനങ്ങൾ പ്രസംഗിച്ച് നടത്തുക. പുതിയ നിയമത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ, വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ പ്രസംഗിച്ച് അവരെ നടത്തുക. നീ നിന്നെ സൂക്ഷിക്കുക, നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കുക. അടുത്ത വാക്യം. അങ്ങനെ ചെയ്താൽ ഈ വാക്യത്തിന്റെ ബാക്കി പറഞ്ഞിട്ട് വായിച്ചാൽ മതി. നീ നിന്നെ സൂക്ഷിക്കുക, നിന്റെ ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും പറഞ്ഞോ. ഉണ്ട്, സംഭവം ഉള്ളിലുണ്ട്. നിന്റെ പ്രസംഗം കേൾക്കുന്നതിൽ രക്ഷിക്കും. നിന്റെ പ്രസംഗം കേൾക്കുന്നതിൽ രക്ഷിക്കും. അപ്പൊ ഈ രക്ഷപ്പെടുന്ന ആരാ? ഉപദേശം പ്രസംഗിക്കണമെന്ന്, ആ ഉപദേശത്തിൽ നിൽക്കണം. നീ നിന്നെ സൂക്ഷിക്കുക, ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നിനക്കും രക്ഷ, നിന്റെ പ്രസംഗം കേൾക്കുന്നവർക്കും. ഇല്ലെങ്കിൽ രണ്ടും കൂടി നരകത്തിലോട്ട് പോകും. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്നതൊക്കെ വചനത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഏതെങ്കിലും കാര്യങ്ങൾ വചനത്തിലല്ലാതെ പറയുന്നെങ്കിൽ ഈ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എന്നെ ക്ലിപ്പിട്ട് എടുത്തിട്ട് എന്നെ കൊണ്ട് ക്ഷമായാനം ചെയ്യിച്ചിട്ട് വേണം വിടാനുള്ളത്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ദൈവസഭ മാറ്റപ്പെടാൻ നേരമായി. ഇനി നമ്മുടെ സമയങ്ങൾ വെറുതെ കളയാൻ നമുക്ക് സമയമില്ല. ലഭിക്കുന്ന സമയങ്ങൾ ദൈവവചനം പ്രസംഗിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ദൈവസഭയെ ഉണർത്തിയെടുക്കുകയും ചെയ്യണം. നായ്ക്കൾ ആരാണെന്ന്, ആകാത്ത വേലക്കാരാരാണെന്ന്, വിച്ഛേദനക്കാരാരാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? തെളിച്ചു പറയാനിടയായിത്തീരണം. തെളിച്ചു പറയാനിടയായിത്തീരണം. യാതൊരു മടിയും കാണിക്കരുത്. ആരാണ് നായ്ക്കൾ? ആരാണ് ആകാത്ത വേലക്കാർ? ആരാണ് വിച്ഛേദനക്കാർ? ദൈവസഭയെ ശരിക്ക് പഠിപ്പിച്ചെടുക്കണം. എടുത്തില്ലെങ്കിൽ എന്തോ പറ്റും? ഈ 3 ഗ്രൂപ്പിന്റെ പിടി അവരുടെ മേൽ വീണ് കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ചെന്നായി പിടിച്ചാൽ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ആക്ഷരിക ചെന്നായി പിടിച്ചാലും അങ്ങനെ തന്നെയാ. പിടി അതുപോലെയുള്ള പിടിയായിരിക്കും അവൻ പിടിക്കുന്നത്. പിന്നെ അവരെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. കൊന്നു കളഞ്ഞിട്ട് ചെന്നായി പോകത്തുള്ളൂ. അങ്ങനത്തെ ഒരു സാധനമാണ് ചെന്നായി. അർത്ഥം ഭയങ്കര ഇതാണ്. അത് ഈ ദുരുപദേശം പറയുന്നവരെ വേദപുസ്തകം വിളിക്കുന്ന ഭാഷയാണ് ചെന്നായി. അത് ആദ്യം പ്രയോഗിച്ചത് കർത്താവാണെന്നാണ് എൻ്റെ ഓർമ്മ. കർത്താവ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ചെന്നായ്ക്കളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അത് പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായം വന്നപ്പോൾ ഈ ചെന്നായുടെ ഇപ്പുറത്ത് വേറൊരു പേര് കൂടി വന്നു. അതാരെങ്കിലും ഒന്ന് പറയാമോ? പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിലെ ചെന്നായ്ക്കയുടെ മുമ്പ് വേറൊരു പേര് കൂടി അറ്റാച്ച് ചെയ്തുകൊണ്ട് പോയി. അത് പരവാസ കൊടിയ ചെന്നായി. കൊടിയ ചെന്നായി. കൊടിയ ചെന്നായിക്കൾ. ആരാ ചെന്നായിക്കൾ? വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാലും ശപിക്കപ്പെട്ടവരെന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെച്ചു കഴിഞ്ഞപ്പോൾ അതിനപ്പുറം കയറി പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നായി ആയി, കൊടിയ ചെന്നായി ആയി. ഇവിടെ പറ്റുന്ന ഒരു അബദ്ധം ഞാൻ പറഞ്ഞു തരാം. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് അറിയത്തില്ലായിരിക്കാം. ഇവർ പറയുന്നതും ഇവർ കേൾക്കുന്നതും ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ദൂതനെ പോലെ വന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഉപദേശത്തെ മറിച്ചുകളയാ ചെയ്യുന്നത്. ഉപദേശത്തെ മറിച്ചുകളയാ ചെയ്യുന്നത്. ഉപദേശത്തെ കോട്ടിക്കളയാ ചെയ്യുന്നത്. ഉപദേശത്തോട് കൂട്ടുചേർക്കുക ചെയ്യുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടും. പിന്നെ ചാടിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറ്റത്തില്ല. അതാണ് കാര്യം. ഞാൻ ഇങ്ങനെയുള്ള പുള്ളികളെ വിടത്തില്ല. പിടിച്ച് നല്ല ശരിക്ക് കശാപ്പയ്യ എന്ന് പറഞ്ഞാൽ അവർ പിടിച്ചിരുത്തിയിട്ട് ശാന്തമായിട്ട് പറയും, സഹോദരാ
ഇതൊക്കെ നിർത്തിയിട്ട് പത്യോപദേശം പ്രസംഗിച്ച് പോകണം കേട്ടോ. ഒരു യഹോവസാക്ഷിക്കാരൻ എന്നെ കയറി പിടിച്ചിരിക്കുക, അവൻ ആള് മാറിപ്പോയി. സ്വത്രം പുള്ളി പറയണേ എന്നെ നന്നാക്കി എടുക്കണമെന്ന് പറഞ്ഞ് പുള്ളി ഇരിക്കുക. ഞാൻ കുഴപ്പമില്ല, നല്ല കാര്യം. നമുക്കൊരു ദിവസം കൂടെ സമയം വേണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു സന്ദർഭം വീട്ടിൽ കൊണ്ടുവന്നിരുത്തി അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് പുള്ളി ഒന്ന് പറഞ്ഞു കേൾപ്പിക്കുക. പുള്ളി പറഞ്ഞാൽ എന്നെ ആ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുക. യഹോവ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. യഹോവയ്ക്ക് നമ്മളുടെ എതിരുവല്ലോ ഉണ്ടോ? യഹോവ എന്ന പദം നമ്മൾ അംഗീകരിക്കുന്ന ആളല്ലേ? ഈ ഞങ്ങളെ പഠിപ്പിച്ച ദേവദാസൻ പറഞ്ഞ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവരോട് പറയാനുള്ള ആദ്യത്തെ ഒരു മറുപടി, നിങ്ങൾ യഹോവ സാക്ഷികളാണെങ്കിൽ നിങ്ങൾ ഇന്നേക്കൊരു 2000-3000 വർഷം മുമ്പ് കൂടി ജീവിക്കുക. ഇത് പുതിയ നിയമസഭയുടെ കാലഘട്ടമാണ്, ക്രിസ്തുവിന്റെ കാലഘട്ടമാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. അന്ത്യകാലത്ത് ആരരുളി ചെയ്തു? പിന്നെ നിങ്ങൾ യഹോവയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്താ? അതൊരു ജനതയോടുള്ള ദൈവത്തിന്റെ ഇടപെടലുകളും കൽപ്പനകളും ഒക്കെയാണ്. യഹോവ എന്ന നാമമൊക്കെ ദൈവത്തിന്റെ നാമം തന്നെയാണ്. ആ നാമത്തിൽ ആരാധിച്ചു കൊണ്ടിരുന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികളോട് പത്രോസും യോഹന്നാനും യാക്കോബും യൂദയും അന്ത്രയോസിനോടൊക്കെ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ യഹോവയെ, അതാണ് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ എന്നാണോ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്? നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരോട് കർത്താവ് പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഇതുപോലെ കാലം നിങ്ങൾ അനുഗ്രഹിക്കണമേ, യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ആ വ്യവസ്ഥ റൂട്ട് ബൈ റൂട്ടായിട്ട് പോയില്ലെങ്കിൽ ഒരു ഗുണവുമില്ല. ഇപ്പൊ മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചില നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് BJP വന്നപ്പോൾ അതൊക്കെ പൊളിച്ചെഴുതി. ഇപ്പോൾ നിലവിലുള്ള നിയമം BJP ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമങ്ങളും അതൊക്കെയാണ്. കോൺഗ്രസ്സുകാർ അന്ന് ഭരിച്ചപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്നാൽ പോയി പണി നോക്കാൻ പറയാതെ. കാരണം ഇവിടെ ഗവൺമെന്റ് മാറി, ഇവിടെ നിയമം മാറി, ഇവിടെ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് പുതിയ ഒരു വ്യവസ്ഥിതി നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതനുസരിച്ച് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. വാഹനത്തിന്റെ നിയമങ്ങളൊക്കെ എന്തോരം മാറി അല്ലേ? മാറിയില്ലേ? ടെലഫോൺസിന്റെ നിയമങ്ങൾ എന്തെല്ലാം മാറി. സ്വത്രം. ഇപ്പോ ഒരു ചീത്ത പറയണ്ട, ഒരു കൈ കൊണ്ട് ഒരു അശ്ലീല ആംഗ്യം കാണിച്ചാൽ ആള് മുമ്പങ്ങനെയല്ല, തല്ലിക്കൊന്നാൽ ഒരു കുഴപ്പമില്ല. കാരണം ആ നിയമം അത് കുറ്റകരമായി മാറി. നിർബന്ധിച്ച് മദ്യം കൊടുപ്പിച്ചാൽ അത് കുറ്റകരമായി മാറി. നിർബന്ധിച്ച് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ അത് കുറ്റകരമായി മാറി. എല്ലാ നിയമങ്ങൾക്കും വ്യത്യാസം വന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രമാണം, കർത്താവ് പഠിപ്പിച്ച പ്രമാണം പിതാവിൽ നിന്ന്, നമ്മൾ നേരത്തെ കേട്ടല്ലോ, പിതാവ് എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. പിതാവിൽ നിന്നുള്ള ഉപദേശങ്ങളാണ് കർത്താവ് ജനത്തെ പഠിപ്പിച്ചത്. അതിൽപ്പെട്ടതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ആ പ്രാർത്ഥനയുടെ ഒന്ന് ഉരുവിടുന്നതുകൊണ്ട് പാപമൊന്നുമില്ല കേട്ടോ. കാരണം നിന്റെ രാജ്യം വരണമെന്ന് അതിൽ പറയുന്നത്. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി നോക്കിയിരിക്കുക പ്രിയമുള്ളവരെ. ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിരിച്ചു പോകുന്നില്ല, ഞാൻ പെട്ടെന്ന് വിഷയത്തിലേക്ക് വരികയാണ്. സ്വത്രം. നായ്ക്കളെ സൂക്ഷിക്കുക, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുക, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുക. സൂക്ഷിച്ചില്ലെങ്കിൽ എന്തോ പറ്റും. നമ്മൾ ആ കൂട്ടത്തിലായിപ്പോ നായുടെ കടിയേക്കും, ചെന്നായുടെ കടിയേക്കും. പിന്നെ നമുക്ക് മടങ്ങി വരാൻ പറ്റത്തില്ല. പരിശുദ്ധമായ ഈ പുതിയ നിയമ അപ്പോസ്തലിക ഉപദേശത്തിന്റെ വ്യവസ്ഥയിൽ നിലനിൽക്കാതെ അവിടുന്ന് വല്ലതും ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ അലാത്മികന്മാരായി പോകും, നമ്മൾ ജഡീകന്മാരായി പോകും, നമ്മൾ ദൈവകൃപ നഷ്ടപ്പെടുത്തിയവരായി പോകും. പിന്നെ നമുക്ക് നിത്യത അവകാശമാക്കാൻ പറ്റാതെ വരും സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ശക്തിയോടെ വിളിച്ചു പറയുന്നത്. അടുത്ത 3-ാമത്തെ വാക്യത്തിലേക്ക് വരാം. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? പാസ് ഇച്ചിരി വെള്ളം. എന്താ ഈ വാക്യത്തിന്റെ അർത്ഥം? നാമാണ് പരിച്ഛേദനക്കാർ. നാം ഹൃദയ പരിച്ഛേദന സ്തോത്രം ഏറ്റവരാണ്. ആക്ഷരിക പരിച്ഛേദന ഏറ്റുകിടന്ന യഹൂദന്മാരോട് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, നാം ഇപ്പോൾ പരിച്ഛേദനക്കാരാണ്.
നാം പരിച്ഛേദനക്കാരാണ്. നാമല്ലോ പരിച്ഛേദനക്കാർ. പരിച്ഛേദനക്കാരുടെ പ്രധാന ലക്ഷണം എന്താണ്? അവിടെ തന്നെ ഉണ്ട്, വായിച്ചാട്ട്. ആ, അതാ അതിന്റെ വിഷയം. പരിച്ഛേദനക്കാർ ആരാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ് പരിച്ഛേദനക്കാർ. ആത്മീക പരിച്ഛേദനക്കാർ, ഹൃദയ പരിച്ഛേദനക്കാർ, മാനസാന്തരപ്പെട്ടവർ, വീണ്ടും ജനനം പ്രാപിച്ചവർ. യേശുക്രിസ്തു ഹൃദയത്തിൽ വന്നപ്പോൾ സമൂലമായ രൂപാന്തരം വന്നവർ. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ഉള്ളിൽ ചേഞ്ച് വന്നവർ. ആക്ഷരിക പരിച്ഛേദന നമുക്കറിയാം, കൈകൊണ്ട് ചെയ്യുന്ന പരിച്ഛേദന. എന്നാൽ ഇത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച് കർത്താവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി കർത്തൃത്വം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പുതിയ നിയമസഭയുടെ വ്യവസ്ഥകൾ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ നിർമ്മലതയോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ആത്മീക പരിച്ഛേദനയേറ്റവർ. പരിച്ഛേദനയുടെ ഒരു പ്രയോഗം പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായത്തിലുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായം എല്ലാവരും എടുത്താണ്. പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായം. പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്താണ് ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. സ്തേഫാനോസിന്റെ ശക്തമായൊരു പ്രസംഗമാണ് പ്രവൃത്തി പുസ്തകം. ഹല്ലേലൂയ. പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം 51-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വലിയ മാർമിക സത്യങ്ങളാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത്. 51 ശാഠ്യക്കാരും മതി മതി മതി. അപ്പോ ഈ സ്തേഫാനോസിനെ യഹൂദന്മാർ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള കാരണം എന്താ? ചോദ്യം. ഇപ്പൊ വലിയ വലിയ സ്കോളേഴ്സൊക്കെ ചോദിച്ച് മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്കോളേഴ്സിന്റെ മുമ്പാകെ നമുക്ക് മറുപടി പറയാൻ പറ്റും. എന്താ കാര്യം? ഹൃദയ പരിച്ഛേദനയോടുകൂടെ സ്തേഫാനോസ് പറഞ്ഞ വചനങ്ങളെ സ്വീകരിക്കാൻ കഴിയാതെ കഠിനപ്പെട്ട ഹൃദയത്തോടുകൂടി അവർ സ്തേഫാനോസ് പറഞ്ഞ വചനങ്ങളെ എടുത്തത് കൊണ്ട് സ്തേഫാനോസിനെ കല്ലെറിയാൻ കഴിയും. മനസ്സിലായില്ലേ? ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? വേണ്ടല്ലോ. ഹൃദയ പരിച്ഛേദന ഇല്ലാത്ത ഒരു കൂട്ടമായി മാറി യഹൂദന്മാരെ. അതാ ഇവിടെ പൗലോസ് പറയും, നാം ആണ് പരിച്ഛേദനക്കാർ. കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ചവർ നമ്മളാണ് പരിച്ഛേദനക്കാർ. ഹൃദയത്തിൽ മാനസാന്തരം വന്നവരാണ് പരിച്ഛേദനക്കാർ. ഹൃദയത്തിൽ റാഡിക്കൽ ചേഞ്ച് വന്നവരാണ് പരിച്ഛേദനക്കാർ. ഇന്ന് പരിച്ഛേദനക്കാരല്ലാത്ത പെന്തക്കോസ്തുകാർ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഹൃദയത്തിൽ പരിച്ഛേദന വരാത്തവർ. ഹൃദയത്തിൽ പരിച്ഛേദന വരാത്തവരാണ് വിശുദ്ധിയുടെ പ്രമാണം പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറയും. ഹൃദയത്തിൽ പരിച്ഛേദന ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ഏറ്റെടുക്കും. അപ്പൊ ഹൃദയത്തിൽ പരിച്ഛേദന വരാത്ത ഒരു കൂട്ടം യഹൂദന്മാർ ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ ഈ ഹൃദയ പരിച്ഛേദന ഇല്ലാത്ത കണ്ടെയ്നർ കിടക്കുന്ന വിശ്വാസികളുണ്ട്. ഞാനും നിങ്ങളും അങ്ങനെയാകാൻ പാടില്ല. നമ്മൾ ഹൃദയത്തിൽ പരിച്ഛേദന വന്നവരായിരിക്കണം. നമ്മൾ മാനസാന്തരപ്പെട്ടവരായിരിക്കണം. നമ്മൾ രൂപാന്തരം പ്രാപിച്ചവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ആഴമേറിയ ഉപദേശങ്ങൾ കേൾക്കാനും പഠിക്കാനുമുള്ള ഒരു പരിച്ഛേദന നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഒരു ഹൃദയ പരിച്ഛേദന നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അപ്പോ ഹൃദയ പരിച്ഛേദന വന്ന ആൾക്ക് സംഭവിക്കേണ്ടത് എന്താണ്? ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞു. ഉരിഞ്ഞുകളഞ്ഞ തൊലിയൊന്നും പോയി ഉരിഞ്ഞു കളഞ്ഞല്ലേ ദൈവമേ. ജഡ സ്വഭാവങ്ങൾക്കും ജഡചിന്തകൾക്കും ജഡ ആഗ്രഹങ്ങൾക്കും വിരാമമിടുക. ആത്മാവിൽ ജീവിക്കുന്നവരായി തീരുക. പ്രമാണമനുസരിച്ച് ജീവിക്കുന്നവരായി തീരുക.
അവനിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന കൈകൊണ്ടുള്ള പരിച്ഛേദന ഏറ്റവരോട് പറയാം, കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന നിങ്ങൾക്ക് ലഭിച്ചു. എന്താണ്? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ, യേശുവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് നീതിക്കായി ഏറ്റുപറഞ്ഞ് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിന്റെ പ്രമാണങ്ങൾ ഓരോന്നും അനുസരിച്ച് ജീവിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഹൃദയ പരിച്ഛേദന കിട്ടി. കിട്ടിയോ? നമുക്കത് കിട്ടിയോ? ഈ ശബ്ദം കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, അവർക്കത് കിട്ടിയോ എന്ന് അവരവർ തീരുമാനിക്കണം. ഈ ഹൃദയ പരിച്ഛേദന ഇല്ലെങ്കിൽ സ്വർഗത്തിന്റെ പടിവാതിൽ കാണാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പോൾ പൗലോസ് കൂടെ പറയുകയാണ്, നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടാല്. ഇപ്പൊ പരിച്ഛേദനക്കാരുടെ പ്രത്യേക ലക്ഷണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. അവർ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നവരാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ആ സ്ത്രീയോട് പറയാ, സ്ത്രീയെ എൻ്റെ വാക്ക് കേൾക്കുക, ആ മലയിലുമല്ല ഈ മലയിലുമല്ല സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ദൈവം ആത്മാവാകുന്നു. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാകുന്നു. അവരെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് അന്യഭാഷയിൽ ആത്മാവിൽ ആരാധിക്കുന്നവരാണ് യഥാർത്ഥ ആത്മാവിന്റെ ആരാധനക്കാർ. സ്തോത്രം, സ്തോത്രം. മനസ്സിലാക്കണം, നമ്മൾ ആ നിലവാരത്തിലേക്ക് വരണം. ആത്മാവിന്റെ ആരാധന നമ്മളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മുറിയിൽ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് വെച്ചിട്ടില്ല. ഇഷ്ടംപോലെ സമയം എൻ്റെ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഇടയ്ക്കൊരു പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ കേട്ടപ്പോൾ എനിക്കും വലിയ സന്തോഷമായി. തൻ്റെ മുറിയിൽ കയറിയാൽ താൻ പിന്നെ വേറെ ഒന്നും പറയത്തില്ല, അന്യഭാഷയിൽ അങ്ങ് ആരാധിക്കുക, ആത്മാവിൽ ആരാധിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പാടുക. പ്രസംഗിക്കാൻ വരുമ്പോൾ അവിടെയല്ല ആത്മാവിൻ്റെ, അവിടെ പ്രസംഗിക്കുക, ഉപദേശം പഠിപ്പിക്കുക ചെയ്യുന്നു. നിങ്ങൾ ഈ പല സ്ഥലങ്ങളിലും നമ്മൾ ഈ വ്യവസ്ഥയൊക്കെ വിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ആത്മാവിൻ്റെ ആരാധന യാഥാർത്ഥ്യമാണ്. അത് അതിൻ്റെതായ വ്യവസ്ഥ പ്രകാരം ചെയ്യണം. ആത്മാവിൻ്റെ ആരാധന എന്ന് പറഞ്ഞ് പാട്ട് പാടിയാൽ അത് ആരാധനയാകത്തില്ല. ആത്മാവിൻ്റെ ആരാധന ആത്മാവിൽ തന്നെ ആരാധിക്കണം. ആത്മാവിൽ നിറഞ്ഞു എന്നുള്ളതിന്റെ പ്രത്യക്ഷ ലക്ഷണം എന്താ? അന്യഭാഷ ഭാഷ. അങ്ങനെയെങ്കിൽ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമാണ്. ആത്മാവിന്റെ ആരാധന തടയാൻ ഒരു പിശാചിനും കഴിയത്തില്ല. ആത്മാവിന്റെ ആരാധന നടക്കുന്നിടത്ത് പിശാചിന് സ്ഥാനമില്ല. ദൈവജനം ഒരുമിച്ച് ആത്മാവിൽ ആരാധിക്കുകയാണ്. അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. അവിടെ രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടും. പുതിയ നിയമസഭ ഈ ഉപദേശത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ഞാൻ അടുത്ത വാക്യത്തിലേക്ക് വരിക. സ്തോത്രം. പക്ഷേ എനിക്ക് ജഡത്തിൽ ആശ്രയിക്കാൻ അപ്പൊ ജഡത്തിൽ ആശ്രയിക്കുന്നവന് പലരും ഉണ്ട്. ജഡത്തിൽ ആശ്രയിക്കുക, ജഡത്തിൽ പ്രശംസിക്കുക. യിരെമ്യാപ്രവചനത്തിന്റെ പുസ്തകം വാക്യം എടുക്കുന്നില്ല. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധനത്തിൽ പ്രശംസിക്കരുത്, ജഡത്തിൽ പ്രശംസിക്കരുത്. ധനവാൻ തന്നെ ധനത്തിൽ പ്രശംസിക്കരുത്, ജഡീകൻ തന്നെ ജഡത്തിൽ പ്രശംസിക്കരുത്. സ്തോത്രം, സ്തോത്രം. അറിവുള്ളവൻ അറിവിൽ പ്രശംസിക്കരുത്, കഴിവുള്ളവൻ കഴിവിൽ പ്രശംസിക്കരുത്. ഇന്ന് ലോകത്തിൽ എന്തെല്ലാം നമ്മൾ കണ്ടുവരുന്നു. കോടിക്കണക്കിന് രൂപ വാങ്ങി അവര് സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ അവനെ ആ പുള്ളി ചിന്തിക്കണം എന്താണെന്നറിയാം, എൻ്റെ അഭിനയം അത്ര മികച്ചതാണ്. ഞാനൊരു കാര്യം, ഇത് നമ്മുടെ ഇടയിൽ പറയേണ്ട കാര്യം അല്ലെങ്കിൽ പോലും നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. പണ്ടൊരു സിനിമാ നടൻ ഇങ്ങനെ പറഞ്ഞത്രേ, ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ ആ കഥാപാത്രത്തോട് ഇഴുകിച്ചേർന്ന് അങ്ങോട്ട് അഭിനയിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ശക്തി എന്നിലേക്ക് വരും. അതായത് താത്താൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ്. പിശാച് കയറുന്നതാണത്. ആ പിശാച് കയറി അങ്ങോട്ട് അഭിനയിച്ച് കഴിഞ്ഞ് ആൾക്കാർ ഈ പടം കണ്ടു കഴിയുമ്പോൾ ഇവൻ ഏതിനെയും കൂടി അവർ പോകാൻ പറ്റത്തില്ല, പാങ്ങാർത്ത് വിളിക്കുക. ആരാണ്? നമ്മുടെ മഹാനടൻ വന്നിരിക്കുന്നു. കാരണം എന്താ? പിശാച് മനുഷ്യന് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാനുള്ള കഴിവുകൾ അവൻ കൊടുക്കുക ചെയ്യുന്നത്. സ്തോത്രം, സ്തോത്രം. ആ കഴിവിന്റെ പിന്നിലുള്ള സോഴ്സ്, അതിന്റെ ശക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ പിന്നിൽ പൈശാചിക ശക്തിയുടെ വ്യാപാരമുണ്ടെന്ന് യുവക്കൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതുകൊണ്ട് സ്വത്രം ജഡത്തിൽ പ്രശംസിക്കരുത്, ധനത്തിൽ പ്രശംസിക്കരുത്, നമ്മുടെ കഴിവുകളിൽ ഒന്നും പ്രശംസിക്കരുത്. കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമേ പ്രശംസിക്കാവുള്ളൂ. എടുത്തു വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കാം. എടുത്ത് ഞാനങ്ങ് പറഞ്ഞു പോകാം. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 29 വാക്യം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ പത്രോസ് വേണമെങ്കിലും ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഇന്നലെ ഞാനത് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു എന്ന എൻ്റെ ഓർമ്മ. ഇന്നും അത് പറയാൻ പ്രേരണയുണ്ട്. നമ്മളൊന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ ലേഖനം, ഹല്ലേലൂയ, സ്തോത്രം, 1-ാം അധ്യായം. പെട്ടെന്ന് വായിക്കണം, ഞാനങ്ങ് വായിക്കാം. 26 മുതൽ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകപ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലീഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ പ്രശംസിക്കരുത്. എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ പ്രസംഗ ചാതുര്യം കൊണ്ടാണ്, എൻ്റെ പാട്ടിൻ്റെ ഇതുകൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ മനഃപ്പാഠമാക്കിയ എന്താണ് 119-ാം സങ്കീർത്തനം മുഴുവൻ മനഃപ്പാഠമാക്കി പറഞ്ഞപ്പോൾ ആൾക്കാർ പറയുകയാണ്, അയ്യോ ഭയങ്കരം പുള്ളിക്കാരി ഒരു പെണ്ണാ അത് അതിനെക്കുറിച്ച് പറഞ്ഞൊരു കുഞ്ഞു വെച്ച് അതങ്ങ് പ്രശംസിക്കുക. എന്താ 199-ാം സങ്കീർത്തനം എന്ത് ചെയ്തു? 199 119 മുഴുവൻ കാണാതെ പഠിച്ചു. വല്ല ഗുണമുണ്ടത്? ആ സങ്കീർത്തനം കാണാതെ പഠിക്കാൻ ഇടയായെന്നുള്ള ഒരു ചാരിതാർത്ഥമുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു ആത്മീകനായ ആ കുഞ്ഞിന് ജീവിക്കാൻ പറ്റുമോ? എൻ്റെ ചോദ്യം അതാ. ഇവിടെ ഓരോരുത്തരങ്ങ് പ്രശംസിക്കുക. പുതിയ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ നീറ് കടിച്ച പോലെ കടിക്കുക. അതെന്താ കാര്യം? അത് ഏതാത്മാവാ അതിൻ്റെ പിന്നിൽ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവിൻ്റെ ദാസന്മാരായ പത്രോസ്, യോഹന്നാൻ, യാക്കോബിനെ തെരഞ്ഞെടുത്ത കാര്യമാണ് പറയുന്നത്. ഏതുമില്ലാത്തവരെയും തെരഞ്ഞെടുത്തു. ഭോഷന്മാരെ തെരഞ്ഞെടുത്തു, ബലഹീനന്മാരെ തെരഞ്ഞെടുത്തു, ഹല്ലേലൂയ, നികൃഷ്ടന്മാരെ തെരഞ്ഞെടുത്തു, ഏതുമില്ലാത്തവരെ തെരഞ്ഞെടുത്തു. ഇടിമക്കൾ എന്ന് പറയുന്ന കർത്താവിന്റെ ശിഷ്യന്മാരുടെ പഴയ ബയോഡേറ്റ പഠിച്ചാൽ ഒന്ന് പറഞ്ഞ് രണ്ടിന് അവർ തല്ലി നടത്തുന്നവരാ. അവരെ തെരഞ്ഞെടുത്തു. എന്തിനാണ്? അവർ പ്രശംസിക്കരുത്. ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവുമായി തീർന്നു. 31-ാം വാക്യം, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ. ഇവിടെ പൗലോസ് പറയാണ്, ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ എനിക്ക് ജഡത്തിൽ ആശ്രയിക്കാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് ഏറ്റവും അധികം. സ്തോത്രം. പൗലോസ് എന്താ പറയുന്നത്? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ചെയ്യും. എന്നിട്ട് ജഡത്തിൽ ആശ്രയിക്കാനും പ്രശംസിക്കാനുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് വിഷയങ്ങളാണ് 5ഉം 6ഉം വാക്യങ്ങൾ. പാസ് നിർത്തിയൊന്ന് വായിച്ചാട്ടെ. ഫിലിപ്പിയർ 3:5-6. ആമേൻ, ആമേൻ, ആമേൻ. പരീശൻ, ഉപദ്രവിച്ചവൻ, ആമേൻ. എങ്കിലും എനിക്ക് എത്ര കൂട്ടം കാര്യങ്ങളുണ്ട് നമ്മൾ കൗണ്ട് ചെയ്ത് പഠിച്ചാൽ. 7 നോസ് അല്ലേ? ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായൻ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാൻ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനിൽ. 7 കൂട്ടക്കാരൻ. 8ഉണ്ടോ? ഓക്കെ. 8 ഒന്ന് ഞാൻ വിട്ടു കളഞ്ഞല്ലേ? ശരി. അതാ, അങ്ങനെ ആയിരിക്കണം അമ്മാമ്മമാര്. പാസ്റ്റർമാരെ തിരുത്തണം. ഹലോ, നോക്കി ധൈര്യമാണ്. പാസ്റ്റർമാരെ തിരുത്താത്തതുകൊണ്ട് പാസ്റ്റർമാർ വഷളായിപ്പോയി. ഇവിടെ ഇപ്പൊ വിഷയം ഈ വാക്യം ഒന്ന് വിട്ടുപോയ വിഷയമാണെന്നുള്ളത്. അവർ തെറ്റായ ഉപദേശം പറഞ്ഞാൽ തിരുത്തണം അവിടെ ഇരുന്ന്. പണ്ടൊരാൾ പറഞ്ഞ പോലെ പാസിങ്ങോട്ട് പ്രസംഗിച്ച് വന്നപ്പോൾ ദുരുപദേശം പ്രസംഗിക്കുക. അപ്പോൾ ഒരു സഹാചാര്യെന്ന് പറഞ്ഞു, ഭാഷ നിർത്തിക്കുക. ഇപ്പൊ പറഞ്ഞ കാര്യം പുസ്തകമായിട്ട് വല്ല ബന്ധമുണ്ടോ? ആ പുസ്തകമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അതെന്താണെന്ന് നിർത്തിക്കോ, ഇവിടെ ഒന്നും പ്രസംഗിക്കണ്ട, ഞങ്ങൾക്ക് ഒന്നും വേണ്ട. തിരുത്തണം. നമ്മള് ഒരു തിരുത്തൽ എല്ലായ്പ്പോഴും. CPM കാരൻ ഒരു ലീഡർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മേലിരിക്കുന്ന ലീഡർ ഒരൊറ്റ ശാസന മാത്രമല്ല, അവരുടെ സ്ഥാനം എന്ത് ചെയ്യും? താഴോട്ടൊന്ന് ഇറക്കി കൊടുക്കും. അതുപോലെ പല ശാസനകളുണ്ട്. ഒരു MD, ഒരു മാനേജിംഗ് ഡയറക്ടർ കീഴിലുള്ളവരെ ശാസിക്കുന്നു, തർജ്ജനം ചെയ്യുന്നു. അത് വെറുതെ അല്ല, അവരെ തിരുത്തുക ചെയ്യുന്നത്.
തിരുത്തുക ചെയ്യുന്നത്. അതിന് വിട്ടു പോകുമ്പോൾ തിരുത്തുക, തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ തിരുത്തുക, ദൈവവചനത്തിന്റെ മാർമിക വിഷയങ്ങൾ പ്രസംഗിക്കുമ്പോൾ അത് തെറ്റാണെങ്കിൽ തിരുത്തി കൊടുക്കുക. ഈ ബർന്നബാസ് എന്ന് പറഞ്ഞൊരു പുതിയ നിയമത്തിലെ അതികരുത്തനായ ഒരു പ്രാസംഗികനെ നമുക്ക് പ്രവൃത്തി പുസ്തകത്തിൽ കാണാൻ കഴിയും. ഈ ബർന്നബാസിനെ തിരുത്തിയത് ആരാണെന്നൊന്ന് പറയാമോ? നമ്മൾ പഠിക്കുക മാമ അഖിലാസും വായിച്ചിട്ടില്ല, പുസ്തകമൊക്കെ വായിക്കണം. എന്റെ പണി ഇതായി കോഴി ചിക്കുന്നവർ ഇത് ചിക്കി ചിക്കി പഠിച്ച് വായിച്ച് ഇങ്ങനെ പഠിച്ച് ഇരിക്കുക. അതുകൊണ്ട് ഈ പ്രസംഗിക്കുന്നത്. രണ്ട് പള്ളിയിലച്ഛന്മാർ തമ്മിൽ പാസ്റ്റർ കുറ്റം പറഞ്ഞു. ഒരു അച്ഛൻ പറഞ്ഞ്, പാസ്റ്റർ എപ്പോൾ നോക്കിയാലും അത് ഭയങ്കര പ്രസംഗമല്ലോ ഇവരൊക്കെ പുസ്തകം, അവർ പുസ്തകം വായിക്കുന്നതുകൊണ്ട് പ്രസംഗിക്കുന്നത്, താൻ വല്ല കഥ വായിച്ച് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അച്ഛന്മാർ തമ്മിൽ പറയാ, കുറ്റപ്പെടുത്തുക. പാസ്റ്റർമാർ പ്രസംഗം വേദോസ്തവം വായിച്ചിട്ട് അവർ വേദോസ്തവം പ്രസംഗിക്കുന്നു. മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ വേറൊരു നാമമില്ലെന്ന് അവർ പ്രസംഗിക്കുക. കാരണം പുസ്തകത്തിലുള്ള കാര്യമാണ്. അച്ഛന്മാരെന്താ പറയണത്? നല്ല പ്രസംഗത്തിനിടയിൽ മനോഹരമായ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പല കഥകൾ കേട്ട് വിശ്വാസികളെല്ലാം ഇങ്ങനെ തട്ടമൊക്കെ ഇട്ട് ഇങ്ങനെ ഉറങ്ങി തൂങ്ങി ഇങ്ങനെ ഇരിക്കുക. വല്ല പ്രയോജനമുണ്ട്? അതുകൊണ്ട് വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവും ഇസ്രായേൽ ജാതിക്കാരൻ ബെന്യാമിൻ ഗോത്രക്കാരൻ എബ്രാഹിം ജനിച്ച എബ്രാഹിം, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, ശുഷ്കാൻ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച അനിന്യൻ. ഇത്രയും പദവികൾ സ്തോത്രം 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 സ്തോത്രം. ആ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തു ദർശനം പൗലൂസിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പദവികളൊക്കെ പൗലൂസ് എന്ത് ചെയ്തു? ലാഭമായിരുന്നു. എങ്കിലും ലാഭമായിരുന്നതൊക്കെ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ. നമ്മുടെ കാര്യം തന്നെ എടുക്കാം. ഇവിടെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനമൊന്നും പറയുന്നില്ല. പ്രസ്ഥാനം പറയുമ്പോൾ അവർക്ക് വിഷമം വരും. പ്രസ്ഥാനത്തിലെ പ്രസിഡന്റ് ഇങ്ങോട്ട് വരികയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ അണികളെല്ലാം എന്ത് ചെയ്യും? ഭയങ്കര ബഹളം വെച്ച് അല്ലേലിയാ സ്വോത്രം എന്നൊക്കെ പറഞ്ഞ് പാസ് അവിടെ നിന്ന് വരുമ്പോഴേ എന്തിനാണ് പൗലൂസ് വചനം പഠിപ്പിച്ച് വന്നപ്പോൾ പൗലൂസ് ചോദിച്ചു, പൗലൂസ് ആര്? പത്രോസ് ആര്? നിങ്ങളുടെ വചനം പ്രസംഗിക്കാനായിട്ട് കേൾപ്പിച്ച് നിങ്ങൾ കർത്താവ് വിശ്വസിക്കാനായിട്ട് അവർ തിരഞ്ഞെടുത്തവരാ. അല്ലെങ്കിൽ പൗലൂസ് നട്ടു, അപ്പൊല്ലോസ് നനച്ചു. അടുത്ത വളരുമാറാക്കിയ ദൈവമാണ്. അപ്പൊ ദൈവമാണ് അവിടെ നെല്ലിച്ചിരിക്കേണ്ടത്. അതിന് ആരും ഇല്ലെന്ന് അവർ തന്നെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയുക, അത് പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, ഞാൻ കൗൺസിൽ അംഗം. ഞാൻ എൻ്റെ ഒരു കൂട്ടു പാസ്റ്ററിന്റെ മോനെ ഒരു ദിവസം വിളിച്ചു. മോനെ എന്നാ ഉണ്ട് പപ്പ, എന്ത് ചെയ്യുന്നു? സുഖമായിരിക്കുന്നു? സന്തോഷമായിരിക്കുന്നു. പപ്പ ഇപ്പൊ കൗൺസിലിൽ കയറിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം കൊച്ചു 10-15 വയസ്സേ ഉള്ളൂ. അവന് മനസ്സിന് മുറിവേൽപ്പിക്കേണ്ടത് ഇല്ലാത്ത അവനെ എന്നെ കാണാമെന്ന് പറഞ്ഞു. പിന്നെ ഇച്ചിരി മെച്യൂരിറ്റി ഒക്കെ ആയി കഴിഞ്ഞിട്ട് അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, അല്ലെങ്കിൽ അവൻ ഇടറിപ്പോകും. സ്വതന്ത്രം കൗൺസിലിൽ കയറിയപ്പോൾ എന്തോ ആയെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അവിടെ പ്രധാനമന്ത്രി ആയപ്പോൾ എന്തോ മോദി വിചാരിച്ചിരിക്കുക. ഇടയ്ക്ക് ചായ പൊളിറ്റിക്സ് പറയുന്നതല്ല കേട്ടോ. ഒരു പെണ്ണുപിള്ള ചോദിച്ചു, ചായവാല കോൺ ഹെ? ചായവാല കോൺ ഹെ? ചായവാല ആരാണെന്ന്? മോദി. ഈ ചായവാല ആയിരുന്നു കൊണ്ട് നീ നല്ല രീതിയിൽ ചെയ്യുന്നോ? പുള്ളിക്കാരി ചോദിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞെട്ടിപ്പോയി ഞാൻ. മണിപ്പൂരിൽ ഈ ചോര വീഴ്ത്തിയപ്പോൾ ചായവാല എന്ത് ചെയ്തു? നീ ചായവാല, നിനക്ക് ചായവാല ആയിട്ടിരിക്കാനേ പറ്റൂ, നിനക്കൊരു പൊളിറ്റിക്കൽ ലീഡറായിട്ടിരിക്കാനുള്ള ക്വാളിറ്റി ഇല്ലെന്നാ സൗകര്യം പറയണ്ടേ. ഞാൻ കേട്ട് ഞെട്ടിപ്പോയത്. ശരി ആര് പോലെ ശരിയല്ലേ മമ്മി? കർത്താവിൻ്റെ ദാസനെ കുറിച്ച് ഒരാൾ മോശമായിട്ട് പറയുമ്പോൾ ആ കർത്താവിൻ്റെ ദാസൻ അത് ഏറ്റെടുക്കണം, ലജ്ജിക്കണം. പൗലോസ് പറയുന്നു, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. ഇത് നമ്മളിലേക്ക് തന്നെ വരാം. നിങ്ങൾ തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞ ജില്ലയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവിടെ പാസ്റ്റർമാർ ചെയ്യുന്നത് 3-4-5 ലക്ഷം രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് ഓരോരോ വഴികളിൽ ഓരോ തട്ട് വിട്ടിട്ട് ഓരോ വിശ്വാസികളെ പിടിച്ചിരുത്തും വിൽക്കാൻ. ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുകയാണ് കർത്താവിൻ്റെ വേലയുടെ ഒരു ഭാഗമായിട്ട്. ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വിമർശിക്കുന്നത്, അല്ലെ? വേറെ അവരോരോ തട്ടിലിരുന്ന് വിറ്റിട്ട് അവസാനം വൈകുന്നേരം ആകുമ്പോൾ കൊടുത്ത് പാസ്റ്റർ കളിച്ചോളൂ. അവർക്ക് കഞ്ഞിക്കുള്ള കാശിക്കൊണ്ട് പാസ്റ്റർ വീട്ടിൽ കഴിച്ചിട്ട് സുവിശേഷകന്റെ പ്രവൃത്തിയാണോ? അതെ. 2, ഒരു ബാഗിൽ ഒരു 5 പെണ്ണിന്റെ ഫോട്ടോയും 5 ആണിന്റെ ഫോട്ടോയും. സഭാശിശു ഞാൻ എവിടെയെങ്കിലും വന്നിട്ട് നമുക്കൊരു പെണ്ണ് തരണം, ഒരാണ് എന്നോട് പറയുന്നുണ്ട്, ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടുണ്ട്.
എൻ്റെ വേല അതല്ല, വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്. ദൈവവചനം പ്രസംഗിച്ച് ജനത്തെ ആത്മീകരായി പരിപോഷിപ്പിച്ചെടുത്ത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് ഒരു ശുശ്രൂഷകന്റെ ദൗത്യം. അത് വിട്ട് ലോകത്തിലെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവനൊരു സുവിശേഷകൻ അല്ല, വ്യാജ സുവിശേഷകനായി പോയി തീരുക. അതാണ് ആ 3 കാര്യത്തിൽ പറഞ്ഞ ആകാത്ത വേലക്കാരനായി തീരുക. ലോട്ടറി കച്ചവടം നടത്തുന്നവരുണ്ട്, റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുന്നുണ്ട്, വിവാഹം നടത്തി കൊടുക്കുന്നവരുണ്ട്. ഇതെല്ലാം നടത്തിയിട്ട് അതിന്റെ കമ്മീഷൻ അടിക്കുക. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പൗലോസ് ഈ വിട്ട പദവികൾ എന്ന് പറഞ്ഞാൽ മഹത്തരമായ പദവികളാണ്. ഈ പദവികൾ കൊണ്ട് തനിക്ക് വലിയ ലാഭമുണ്ടായി, വലിയ ലാഭം കൊയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. അതൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്തു? ആ 7-ാമത്തെ വാക്യം